കീം 2025 എക്സാമിനായി പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ വിദ്യാർത്ഥികളും ഈ ഒരു വീഡിയോ നിർബന്ധമായും മുഴുവനും കാണാൻ ശ്രമിക്കുക. ആ ഒരു കീമിൻ്റെ വെബ്സൈറ്റ് ഫോളോ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് അറിയാം, ഇപ്പോൾ നിലവിൽ അത്രയധികം ഇമ്പോർട്ടൻ്റ് ആയ 2 വിജ്ഞാപനങ്ങൾ വന്നിട്ടുണ്ട്. അത് വായിച്ചിട്ടുള്ളവരുണ്ടാവും, വായിക്കാത്തവരുണ്ടാവും. വായിച്ചിട്ടുണ്ടെങ്കിൽ പോലും അതിൽ കൺഫ്യൂഷൻസ് ഇപ്പോൾ നിങ്ങൾക്ക് നിലനിൽക്കുന്നുണ്ടെന്ന് പല മെസ്സേജിലൂടെയും പലതും അറിയാൻ സാധിച്ചു. ആ എല്ലാ കൺഫ്യൂഷൻസും എക്സാം ഡേറ്റിനെ പറ്റിയും നിങ്ങൾക്കുള്ള ഷിഫ്റ്റിനെ പറ്റിയും എത്ര മണിക്കാണ് എക്സാം സെൻറ്ററിൽ എത്തേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വിവരങ്ങൾ ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നതായിരിക്കും. അതിനു മുമ്പ് നിങ്ങൾ ഈ ഒരു വീഡിയോ ഒന്ന് ആദ്യം ലൈക്ക് ചെയ്ത് അതുപോലെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടി കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞു 2 വിജ്ഞാപനങ്ങൾ. അതിൽ ഒന്നെന്ന് പറയുന്നത് നമ്മുടെ എക്സാമിൻ്റെ ഡേറ്റ് ബേസ് ചെയ്താണ്. നിങ്ങൾക്കറിയാം, ബിടെക്, ഫാർമസി, എഞ്ചിനീയറിംഗും ഫാർമസി എന്നീ 2 ലെവലിൽ 2 സെക്ഷനായിട്ട് നമുക്ക് എക്സാം നടത്തേണ്ടതുണ്ട്. അപ്പോൾ സ്റ്റാർട്ടിങ് വരുന്നത് 23-ാം തീയതി. നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾക്ക് ഒരൊറ്റ സെക്ഷൻ മാത്രമേ വരുന്നുള്ളൂ. അതായത് എഞ്ചിനീയറിംഗും ഫാർമസിയും ഒരുമിച്ച് എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് ഒറ്റ സെക്ഷൻ. ആ ടൈം വരുന്നത് 2 മണി മുതൽ 5 മണി വരെ, വൈകിട്ട് 2 മണി മുതൽ 5 മണി വരെയുള്ള ഒറ്റ സെക്ഷനിലായിരിക്കും എഞ്ചിനീയറിംഗ് പ്ലസ് ഫാർമസി വിദ്യാർത്ഥികൾക്കുള്ള, അതായത് ഫാർമസി മാത്രം എടുത്ത വിദ്യാർത്ഥികളല്ല ഞാൻ പറഞ്ഞത്, കെമിസ്ട്രി, ഫിസിക്സ്, മാത്തമാറ്റിക്സ്, ഇത് 3 പരീക്ഷയ്ക്ക് ഉൾപ്പെടുത്തിയിട്ടുള്ള എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾക്കുള്ള ആ ഒരു എക്സാമിനേഷൻ നടക്കുന്നത് 2 മണി തൊട്ട് 5 മണി വരെയുള്ള ഒരു ഷിഫ്റ്റിലായിരിക്കും. എല്ലാ ദിവസങ്ങളിലും ആ ഒരു ഷിഫ്റ്റിൽ തന്നെയായിരിക്കും നിങ്ങളുടെ എക്സാമിനേഷൻ വരുന്നത്. ഇനി ആ ഡേറ്റ് പറയുന്നത് 23-ാം തീയതി 2 മണി മുതൽ 5 മണി വരെയുള്ള ഷിഫ്റ്റ് ഉണ്ട്. പിന്നെ തുടർന്ന് 24-ാം തീയതി എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾക്ക് എക്സാം ഉണ്ടായിരിക്കില്ല. ഓക്കെ. പിന്നെ വരുന്നത് 25 മുതൽ 28 വരെയുള്ള ദിവസങ്ങളിലാണ്. 23 കഴിഞ്ഞാൽ 24 ഇല്ല. 25, 26, 27, 28 എന്നീ ദിവസങ്ങളിലും സെയിം ഷിഫ്റ്റ് 2 മണി മുതൽ 5 മണി വരെയുള്ള ആ ഒരു സെക്ഷനിലായിരിക്കും എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികളുടെ ആ ഒരു എക്സാം നടക്കുന്നത്, കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം നടക്കുന്നത്. ഈ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾ തന്നെ ഫാർമസിക്ക് കൊടുത്തവരുമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേറൊരു ഡൗട്ട് വരുന്നത്, ഈ ഫാർമസി കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് സെപ്പറേറ്റ് എക്സാം എഴുതണോ, അതേ ഈ എഞ്ചിനീയറിംഗിൻ്റെ ബിടെക്കിൻ്റെ എക്സാമിൻ്റെ കൂടെ തന്നെ 3 മണിക്കൂറിൽ അതും പരിഗണിക്കുമോ? അങ്ങനെ തന്നെയാണ്. എഞ്ചിനീയറിംഗിനും ഫാർമസിക്കും കൊടുത്തിട്ടുള്ള വിദ്യാർത്ഥികൾ ഒറ്റ എക്സാം മാത്രം എഴുതിയാൽ മതി. നിങ്ങളുടെ മാർക്ക് ഫിസിക്സും കെമിസ്ട്രിയും മാത്രം പരിഗണിച്ച് അത് ഫാർമസിക്കുള്ള റാങ്ക് ലിസ്റ്റിലോട്ടും ബാക്കി 3 പരിഗണിച്ച് അത് എഞ്ചിനീയറിംഗിൻ്റെ ഉള്ള റാങ്ക് ലിസ്റ്റിലോട്ടും പോകുന്നതാണ്. നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് എക്സാം എഴുതേണ്ട കാര്യമില്ല. ഇനി ഫാർമസിയുടെ കാര്യത്തിലേക്ക് വന്നാൽ, ഫാർമസി മാത്രം കൊടുത്തിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് 1.5 മണിക്കൂർ എക്സാം ഉള്ളത് നിങ്ങൾക്ക് അറിയാം. എഞ്ചിനീയറിംഗ് 3 മണിക്കൂറും ഫാർമസി 1.5 മണിക്കൂറുമാണ്. അപ്പോൾ ഫാർമസിക്ക് കൊടുത്തിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് 2 ഷിഫ്റ്റായിട്ടാണ് എക്സാം നടക്കുന്നത്. അതിൽ ഫസ്റ്റ് ഷിഫ്റ്റ് എന്ന് പറയുന്നത് 11:30 മുതൽ 1 മണി വരെ, ഉച്ചയ്ക്ക് 11:30 മുതൽ 1 മണി വരെയുള്ള സമയത്തായിരിക്കും ഫസ്റ്റ് സെക്ഷൻ. സെക്കൻഡ് സെക്ഷൻ വരുന്നത് 3:30 മുതൽ 5 മണി വരെയുള്ള സമയത്തുമാണ്. ഇതിൽ ഫാർമസി നമുക്കറിയാം, ഫാർമസിക്ക് മാത്രം കൊടുത്തിട്ടുള്ള ആപ്ലിക്കൻസിൻ്റെ എണ്ണം കുറവാണ്. അപ്പോൾ എഞ്ചിനീയറിംഗ് പരീക്ഷ നടത്തുന്ന അത്രയും ദിവസങ്ങൾ ഈ ഒരു ഫാർമസിയുടെ എക്സാമിന് കിട്ടത്തില്ല. അപ്പോൾ നോർമലി പറഞ്ഞാൽ 23-ാം തീയതി എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് അടുത്ത വരുന്ന 24-ാം തീയതി 24-ാം തീയതിയിൽ രാവിലെ 11:30 മുതൽ 1 മണി വരെ ഫസ്റ്റ് സെക്ഷനും 3:30 മുതൽ 5 മണി വരെ സെക്കൻഡ് സെക്ഷനും ഫാർമസി മാത്രം കൊടുത്തിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് എക്സാം നടത്തുന്നതായിരിക്കും. പിന്നെ ഒരു ദിവസം കൂടി വരുന്നുണ്ട്, 29-ാം തീയതി. 29-ാം തീയതി മോർണിംഗ് സെക്ഷൻ ഉണ്ടാവില്ല, പകരം ഈവനിങ് 3:30 to 5, 3:30 മുതൽ 5 മണി വരെയുള്ള സെക്ഷനുമായിരിക്കും ഫാർമസി നടക്കുന്നത്. ആ ഒരു സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്ന വിജ്ഞാപനം ഞാൻ ഇതിൽ കൂടെ ചേർക്കാൻ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും. അപ്പോൾ ഈ ഒരു ഇമ്പോർട്ടൻ്റ് കാര്യമാണ് നിങ്ങളിലേക്ക് ആദ്യമേ പറയാനുള്ളത്. സെക്കൻഡ് കാര്യം, നിങ്ങൾ ഇപ്പോൾ നമ്മുടെ വെബ്സൈറ്റിൽ പുതിയൊരു വിജ്ഞാപനം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്രദമായ ഒരു കാര്യം കൂടി നമ്മുടെ കീമിൻ്റെ വെബ്സൈറ്റ് വന്നിട്ടുണ്ട്. അത് മറ്റൊന്നുമില്ല, ഇതുവരെയും കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാംസ് ഒന്നും തന്നെ അറ്റൻഡ് ചെയ്യാത്തവരായിരിക്കും നിങ്ങൾ ഓരോരുത്തരും. +2 കഴിഞ്ഞ് ഡയറക്റ്റ് ഈ കീമിൽ എഴുതാൻ പോകുന്നവർ എന്താണ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് എന്ന് അറിയത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് അത് പ്രാക്ടീസ് ചെയ്യാൻ, എന്താണ് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം, എങ്ങനെയാണ് അറ്റൻഡ് ചെയ്യേണ്ടതെന്ന് നിങ്ങളുടെ ഫോൺ യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. 5 ഓപ്ഷൻസും അത് ടിക്ക് ചെയ്യുന്ന കളർ ചേഞ്ചസ് കാര്യങ്ങളെല്ലാം തന്നെ ഇപ്പോൾ നമ്മുടെ കീമിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് www.ce.kerala.government.in എന്ന വെബ്സൈറ്റിൽ നിങ്ങൾക്ക് പ്രാക്ടീസ് ടെസ്റ്റ് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പരും അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്തും കൊടുത്ത് ലോഗിൻ ചെയ്യുമ്പോൾ പ്രാക്ടീസ് ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു സെഗ്മെൻറ്റിലോട്ട് കാണാൻ പറ്റും. അതിൽ കയറി നിങ്ങൾക്ക് പ്രാക്ടീസ് ടെസ്റ്റ് നമുക്കിപ്പോൾ കീമിൻ്റെ വെബ്സൈറ്റിൽ കൂടെ നിങ്ങൾക്ക് ചെയ്ത് നോക്കാൻ പറ്റും. അപ്പോൾ ഇതുവരേക്കും പഠിച്ച വിദ്യാർത്ഥികൾക്ക്
നിങ്ങൾ നോർമലി പഠിച്ച് പോകുന്നേ ഉണ്ടായിരിക്കുള്ളൂ. ആ ഒരു എക്സാം എത്രമാത്രം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെന്നോ കാര്യങ്ങളൊന്നും അറിയത്തില്ല. അപ്പോൾ കീമിൻ്റെ വെബ്സൈറ്റ് വഴി നിങ്ങൾ വിദ്യാർത്ഥികൾക്ക് എല്ലാം ഉപകാരപ്രദമായ ഒരു കാര്യം തന്നെയാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് പ്രാക്ടീസ് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ 2 കാര്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഈ ആ പ്രാക്ടീസ് ടെസ്റ്റിൻ്റെ കാര്യങ്ങൾ നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ ഒരു വീഡിയോയുടെ താഴെ കമൻറ്റിൽ സെക്ഷനിൽ നിങ്ങൾ അറിയിച്ചാൽ മതി. അതിൻ്റെ വിശദമായ വിവരം നമുക്ക് വീണ്ടും വീഡിയോയിലൂടെ പറഞ്ഞു തരാം. അപ്പോൾ ഈ 2 കാര്യങ്ങളും നിങ്ങൾ ദയവായി ശ്രദ്ധിക്കുക. എക്സാമിൻ്റെ ഡേറ്റും ടൈമും അതുപോലെ തന്നെ ഈ പ്രാക്ടീസ് ടെസ്റ്റും